ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആലിയ എഴുതിയിരിക്കുന്നൊരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ആലിയ, യഥാർത്ഥ പേരല്ല. എനിക്ക് 21 വയസ്സ്. എൻ്റെ വിവാഹം അടുത്ത വർഷം നടക്കും മാഡം. നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്. ഞാൻ പഠനം പൂർത്തിയാക്കിയാലുടനെ തന്നെ എൻ്റെ വിവാഹം നടക്കും. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ ഞാൻ പറയാം. എൻ്റെ ബാപ്പ എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. അത് കഴിഞ്ഞ് എന്നെയും എൻ്റെ ഇക്കയെയും ഉമ്മ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങളുടേത് ഒരു സമ്പന്ന കുടുംബം തന്നെയാണ്. എൻ്റെ മാമമാരൊക്കെ എപ്പോഴും കൂട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തറവാട്ടിൽ തിരിച്ചു വന്ന ഞങ്ങൾക്കും എൻ്റെ ഉമ്മയ്ക്കുമൊക്കെ നല്ല രീതിയിലുള്ള വരവേൽപ്പാണ് കിട്ടിയത്. അവരുടെ ഇടയ്ക്ക് ഞങ്ങൾ സന്തോഷകരമായിട്ടാണ് വളർന്നത്. പിന്നീട് അവിടെ അടുത്ത് തന്നെ വലിയൊരു വീടൊക്കെ ഉമ്മയ്ക്ക് വെച്ച് കൊടുത്ത് ഞങ്ങളെ അങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു 6ാം ക്ലാസ് മുതൽ സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്. ഞാനും എൻ്റെ ഇക്കയും തമ്മിൽ 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇക്ക ഇപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു. ഉമ്മയുടെ 21ാമത്തെ വയസ്സിലാണ് ഞാൻ ജനിക്കുന്നത്. ഇപ്പോൾ കണ്ടാലും നല്ല ഒതുക്കമുള്ള ശരീരപ്രകൃതമാണ് ഉമ്മയുടേത്. നല്ല പൊന്നിൻ്റെ നിറമാണ്. കറുത്തിടതൂർന്ന ധാരാളം മുടിയുണ്ട്. പിന്നെ നല്ല ചുവപ്പുള്ള ചുണ്ടുകളുമാണ്. നാച്ചുറലി അത്രയും ചുവപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല. നല്ല നിറമുണ്ടെങ്കിലും ഉമ്മയുടെ ചുണ്ടിൻ്റെ കളറ് എനിക്ക് കിട്ടാത്തത് എന്താണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉമ്മ പറയും, എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും ശരിക്കും മുറച്ചെറുക്കനും മുറപ്പെണ്ണുമായിരുന്നു. പക്ഷേ നിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഞാനും നിൻ്റെ ബാപ്പയും 2 കുടുംബത്തിലേതല്ലേ, അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം കാണും എന്ന് പറയും. വീട് വെച്ചതിൽ പിന്നെ ഞാനും ഉമ്മയും കൂടാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എൻ്റെ ഇക്ക മിക്കവാറും ദിവസങ്ങളിൽ വന്നു പോകുന്നുള്ളതല്ലാതെ തറവാട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ മടിയാണ്. അവിടെ ഉമ്മയുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ഉണ്ട്. അവരുടെ പെറ്റായിരുന്നു എൻ്റെ ഇക്ക. അപ്പോൾ പിന്നെ പുള്ളി അവിടെ അങ്ങ് പറ്റിപ്പിടിച്ച് നിൽക്കും. പിന്നെ എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മാഡം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഉമ്മ എന്നോടൊരു കാര്യം ചോദിച്ചത്. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. ഇത്രയും നാളും ഉമ്മ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല. നിൻ്റെ ഉപ്പ മരിച്ചു പോയതിൽ പിന്നെ ഒത്തിരി ആളുകൾ എൻ്റെ പുറകെ നടക്കുകയായിരുന്നു. പ്രേമമാണെന്ന് പറഞ്ഞ് നടന്നവരുണ്ട്, കല്യാണം കഴിക്കാൻ വന്നവരുണ്ട്. വീട്ടുകാരാണെങ്കിലും എന്നെ അന്ന് തൊട്ട് നിർബന്ധിക്കുകയാണ് കല്യാണം കഴിക്കുക. കാര്യം നീ ചെറുപ്പമല്ലേന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ഓർത്ത് എന്താണെന്ന് വെച്ചാൽ, വിവരമില്ലാത്ത പ്രായത്തിൽ ഞാൻ ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ വന്ന് നിങ്ങളുടെ 2ാം അച്ഛനായി നിൽക്കും. അവസാനം നിങ്ങളെ ദ്രോഹിക്കുന്ന ഒരു രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. പിന്നെ ആ ബന്ധത്തിൽ വേറെ കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതും കുഴപ്പമാണ്. എനിക്ക് ഇനി കുട്ടികൾ വേണ്ട. ഇത്രയും കാലം ഉമ്മ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പം ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്ത മോളെ, ഒരു കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അത് തോന്നി തുടങ്ങി. പിന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന പ്രായമുണ്ട്. ഈ വരുന്ന ആൾ നിങ്ങളുടെ 2ാം അച്ഛനാണെങ്കിലും നിങ്ങളെ ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തറവാട്ടിൽ പോയി നിൽക്കുകയും ചെയ്യാം. അതല്ല, സ്നേഹമുള്ള ആളാണെങ്കിൽ നമുക്കിവിടെ ഒന്നിച്ച് കഴിയുകയും ചെയ്യാം. ആദ്യമൊക്കെ എല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കും. അത് കഴിഞ്ഞ ശേഷം പിന്നീട് അവരുടെ സ്വഭാവം മാറും. ഇതൊക്കെ എനിക്കും കേട്ടുകഴിവുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞപ്പോൾ എനിക്കത് ദഹിച്ചില്ലെങ്കിലും പിന്നെ ഞാൻ ഓർത്തു, അതിനെന്താ, ഉമ്മ തീരെ ചെറുപ്പമാണ്. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരു മൊഞ്ചത്തി പെണ്ണാണ്. അപ്പോൾ പിന്നെ കല്യാണം കഴിക്കുന്നതിൽ ഞാൻ എതിർക്കേണ്ട കാര്യമില്ലോ എന്ന് പിന്നെയും ഞാൻ ഓർത്തു. എൻ്റെ കൂട്ടുകാരോട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അതിനെന്താ, എല്ലാവരും 2ാം കല്യാണം കഴിക്കുന്നില്ലേ, അത് പ്രശ്നമല്ല, പക്ഷേ സൂക്ഷിച്ച് നിൽക്കണം. ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരു കുട്ടി, അവൾ 6ാം ക്ലാസ്സിൽ വെച്ച് ഇതേപോലെ സിറ്റുവേഷനിൽ അവളുടെ 2ാം അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയോട് ദേഷ്യത്തിൽ പെരുമാറാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ഉപദ്രവമായി. അന്ന് നാട്ടിലൊക്കെ വലിയ ബഹളമായിരുന്നു. ഇപ്പോൾ അവൾ അവളുടെ തറവാട്ട് വീട്ടിൽ നിന്നാണ് ക്ലാസ്സിൽ വരുന്നത്, അമ്മയോടൊപ്പം താമസിക്കുന്നത്. അപ്പം അവൾക്ക് വലുതായിട്ടൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അവൾ എന്നോട് പറഞ്ഞത് സൂക്ഷിക്കണമെന്നാണ്. എന്തായാലും സ്വന്തം അച്ഛനല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവളും എനിക്കൊരു വാണിംഗ് തന്നു. അങ്ങനെ ഞാൻ ഏകദേശം ഓക്കെ ആയി. പിന്നെ വീട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഓക്കെയാണ്. ഇക്കയ്ക്ക് പ്രശ്നമൊന്നുമില്ല. കാര്യം ഇക്ക നിൽക്കുന്നത് ഇവിടെ അല്ലല്ലോ. പക്ഷേ വീട്ടുകാരൊക്കെ ഓർത്തത് ഉമ്മയേക്കാൾ പ്രായമുള്ള ആരെങ്കിലും ആലോചിച്ച് വിവാഹം കഴിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം നടന്നത്. ഒരു ദിവസം ഉമ്മ ഒരാളെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പുതിയ ഉപ്പയെന്ന്. അയാളെ കണ്ട് എല്ലാവരും അടിമുടി ഞെട്ടി. കാരണം ഞങ്ങൾ ടൗണിൽ കട നടത്തുന്ന ഒരാളാണ്. അയാളുടെ ഭാര്യയും വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴങ്ങോട്ട് മരിച്ചു പോയതാണ്. കുട്ടികളൊന്നുമില്ല. പിന്നെ അതുമാത്രവുമല്ല മാഡം,
10 വയസ്സിന് വ്യത്യാസമുണ്ട്. എൻ്റെ ഉമ്മയേക്കാൾ 10 വയസ്സിന് ഇളയതാണ് അയാൾ. കണ്ടു കഴിഞ്ഞാൽ ഒരു യുവാവിനെ പോലെ തന്നെ ഇരിക്കുകയാണ്. എൻ്റെയൊക്കെ ചേട്ടനാണെന്ന് പറയും. ഇയാളെ കയറി ഇങ്ങനെയാണ് ഉപ്പ ബാപ്പ എന്നൊക്കെ വിളിക്കുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ആ സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് പ്രതികരിക്കാനൊന്നും അറിയില്ല. പുള്ളിയെ കണ്ടാൽ ഒരു സിനിമ നടനെ പോലെ ഉണ്ടല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അയാളുടെ സൗന്ദര്യം കണ്ടിട്ട് അമ്മ മോഹിച്ചതായിരിക്കുമെന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷേ വീട്ടിലത് വലിയ കോലാഹലമായിരുന്നു. എല്ലാവരും എതിർത്തു. പക്ഷേ ഉമ്മ ഒറ്റക്കാലിൽ നിന്നു. അവർ ടൗണിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടു പ്രേമിച്ചതാണെന്നും. അങ്ങനെയാണ് മാഡം ആ നിക്കാഹ് നടന്നത്. അയാൾക്ക് വേറെ കുട്ടികളൊന്നുമില്ല. എൻ്റെ ഉമ്മയാണെങ്കിൽ പ്രസവം നിർത്തിയതാണ്. 2 കുട്ടികൾ മതിയായിരുന്നു. കാരണം എന്തൊക്കെയോ കോംപ്ലിക്കേഷൻസ് പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവർക്ക് കുട്ടികളും ഉണ്ടാകില്ലല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ്, വിവാദപരമായ ഒരു സിറ്റുവേഷൻ. അങ്ങനെ കല്യാണം നടന്നു. ഞങ്ങളുടെ മാമമാർക്കൊന്നും അതിഷ്ടമില്ലായിരുന്നു. എങ്കിലും പതുക്കെ പതുക്കെ അങ്ങേരെ വീട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വീട്ടുകാർക്കൊക്കെ പതിയെ പുള്ളിയോടുള്ള വിഷമം മാറിക്കിട്ടി. അതിന് കാരണം നല്ല സൗമ്യ സ്വഭാവമാണ്, സൗന്ദര്യമുള്ള ആളാണ്. അതുമാത്രമല്ല മാഡം, ഇഷ്ടം പോലെ പണം വാരിക്കോരി എല്ലാവർക്കും കൊടുക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ട് മാമാമാരെയൊക്കെ കാണുമ്പോഴേക്കും അവരെന്തെങ്കിലും പറഞ്ഞാലും തിരിച്ചു മറുപടി ഒന്നും പറയില്ല. ക്ഷമിക്ക്, പൊരുത്തപ്പെട് എന്നൊക്കെ മാത്രമേ പറയുകയുള്ളൂ. കുറച്ച് ഭക്തിഭാവമുള്ള ആളായതുകൊണ്ട് വീട്ടുകാർക്ക് പെട്ടെന്ന് മഞ്ഞുരുകി. പുള്ളിക്കാരന് എന്നോട് നല്ല വാത്സല്യമാണ്. എന്നെ മോളെ കുഞ്ഞെന്നൊക്കെയാണ് വിളിക്കുന്നത്. വേറെ അധികം കാര്യത്തിലൊന്നും ഇൻ്റർഫിയർ ചെയ്യില്ല. അതുമാത്രമല്ല, ഞാൻ എന്തെങ്കിലും ഉമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുള്ളി വാങ്ങിച്ചു തരും. ഒരിഷ്ടത്തിനും എതിരെ നിൽക്കുകയില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് നമ്മളെക്കാൾ വിവരമുണ്ട്. അവർ വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളും, നീ വിഷമിക്കണ്ടെന്ന് എൻ്റെ ഉമ്മയോട് പറയുകയും ചെയ്യും. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇത്തിരി മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പ്രശ്നം അങ്ങ് മാറിക്കിട്ടി. പിന്നെ വലുതായിട്ടൊന്നും എൻ്റെ മുറിയിൽ വരികയോ അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരിക്കുകയോ ഒന്നും ചെയ്യില്ല. എന്നെ എൻ്റെ ലോകത്തിൽ വിടും. ആദ്യമൊക്കെ പുള്ളി ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. ഒരു 2 വർഷം വീട്ടിൽ പോയിട്ട് വരും. അവരുടെ ഉമ്മ വയ്യാതെ കിടക്കുകയായിരുന്നു. അവിടെ ഹോം നേഴ്സൊക്കെ ഉണ്ടായിരുന്നു ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഉമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ടൗണിനടുത്ത് അവരുടെ വീട്ടിലേക്ക് മാറി. ഈ വീട് വാടകയ്ക്കും കൊടുത്തു. ടൗണിൽ ചെന്ന് ആ വീട്ടിൽ താമസം ആരംഭിച്ചതിൽ പിന്നെ എൻ്റെ ഇക്കയും വരും. കാര്യം വലിയൊരു വീടാണ്. മുകളിൽ ഇഷ്ടംപോലെ മുറികളുണ്ട്. അതിൽ ഓരോ ബെഡ്റൂം ഞങ്ങൾക്ക് 2 പേർക്കും അനുവദിച്ചു തന്നു. ടൗണിലുള്ള ജീവിതമായതുകൊണ്ട് ഇക്കയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. പതിയെ എൻ്റെ ഇക്ക ഞങ്ങളുടെ രണ്ടാനുപ്പയുമായിട്ട് ഭയങ്കര ക്ലോസായി. അവർ തമ്മിൽ കാണിക്കാത്ത കുസൃതികളൊന്നുമില്ല. 2 പേരും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ശബ്ദമുഖരിതമാണ്. അങ്ങനെ ആ വീട് പിന്നെയും ഒരു ഉമ്മയും ബാപ്പയുടെയും കീഴിൽ പുനർജനിച്ചതുപോലെ എനിക്ക് തോന്നി. നല്ല സ്മൂത്തായിട്ടാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു പ്രശ്നവുമില്ല. രണ്ടാനുപ്പയാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. പക്ഷേ ഒരു സുഹൃത്ത്, അതിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നിനെക്കുറിച്ചും വേവലാതിപ്പെടേണ്ടി വന്നില്ല. നല്ല സൗകര്യം. പിന്നെ മാഡം, ഞങ്ങൾ ഗ്രാമത്തിൽ താമസിക്കുമ്പോഴില്ലേ കുറച്ചൊക്കെ മതപരമായ നിഷ്ഠകളായിട്ടാണ് താമസിച്ചത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ഫാഷൻ, സ്വാതന്ത്ര്യം. എൻ്റെ ഉമ്മയാണെങ്കിലും അടിപൊളി മാറി. ജിമ്മിലൊക്കെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഉമ്മയെ കണ്ടു കഴിഞ്ഞാൽ തെലുങ്ക് സിനിമ നടിമാരെ പോലെ ഉണ്ടെന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ജീവിതം. പിന്നെ മാഡം, എൻ്റെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ചില ടെസ്റ്റും ടേണും ഒക്കെ ഉണ്ടാകുന്നത്. എൻ്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വയ്യാതായി. പുള്ളിക്കാരി ആശുപത്രി അഡ്മിറ്റാണ്. ഓരോരുത്തർ മാറിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഉമ്മയ്ക്കും 10 ദിവസം പോയി ഇരിക്കേണ്ടി വന്നു. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, നീ എന്നാൽ തറവാട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞു. പക്ഷേ അപ്പോൾ ഉപ്പ പറഞ്ഞു, വേണ്ട, എൻ്റെ മൂത്ത പെങ്ങളുണ്ട്, ഇവിടെ വന്ന് നിന്നോളൂ അവൾക്ക് കൂട്ടായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മയും സമ്മതിച്ചു. പിന്നെ എൻ്റെ ഇക്ക അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി താമസിക്കുകയാണ്. പുള്ളി തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും. എന്തായാലും എൻ്റെ രണ്ടാനുപ്പയുടെ പെങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കൂട്ടായി. അവരെന്നോട് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴില്ലേ മാഡം, എനിക്ക് അവധിയായിരുന്നു. അന്ന് ഉപ്പ അവിടെ ഉണ്ട്. പിന്നെ അടുക്കളയിൽ ജോലിക്കാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ അവിടുത്തെ എൻ്റെ ഉപ്പയുടെ പെങ്ങളും ഉണ്ട്. അവർ വേറൊരു ലോകത്ത് സംസാരിക്കുകയാണ്. ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ലാപ്ടോപ്പിൽ വലിയ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയില്ല. ഓണാകുന്നു, ഓഫാകുന്നു, ഒരു പിടിയുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? പ്രൊജക്റ്റൊക്കെ ചെയ്യേണ്ടതല്ലേ? ഞാൻ ഓർത്തോ, ഉപ്പ അവിടെ ഉണ്ടല്ലോ, ഉപ്പയ്ക്ക് ലാപ്ടോപ്പ് ഉണ്ട്, അതൊന്നും മേടിക്കാം, ഇപ്പം തന്നെ ചെയ്തു തീർക്കാം എന്ന് വിചാരിച്ച് ധൃതിയിൽ മറ്റൊന്നും ചിന്തിക്കാതെ ഞാൻ
ബാപ്പയുടെ റൂമിൽ ചെന്ന് ഹാൻഡിൽ പിടിച്ച് റൂം അങ്ങ് തുറന്നു മാഡം. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കണ്ടത്. അവിടെ ഉപ്പ എന്തോ കാണിക്കുകയാണ്. ഇങ്ങനെന്താ ഇങ്ങനെ ഇത്രയും പേരുള്ളപ്പോൾ ആരുടെ കൂടെയാണ് ഈ തോന്നിയാസം കാണിക്കുന്നത് എന്ന് വിചാരിച്ച് ഞാൻ നോക്കുകയും പുള്ളി എന്നെ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു മാഡം. പെട്ടെന്ന് പുള്ളി മാറിക്കഴിഞ്ഞപ്പോഴേക്കും സർവാംഗം ഞാൻ അയ്യോ അതെങ്ങനെ ഞാൻ പറയുക. എനിക്ക് ആ സീൻ ഓർക്കുമ്പോൾ തന്നെ ഇപ്പോഴും വല്ലാത്തൊരു മനോവ്യാപാരമാണ് മാഡം. പെട്ടെന്ന് പുള്ളിക്കാരൻ പുതുപ്പെടുത്ത് മറച്ചു. ഞാനിപ്പോൾ കട്ടിലാരാണ് നോക്കിയാണ്. പക്ഷേ കട്ടിലിൽ ആരുമില്ല. പകരം ഒരു ഡോള് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടുള്ള ഡോളൊന്നുമല്ല, ഒരു സ്ത്രീയുടെ പ്രധാന ഭാഗങ്ങൾ പോലെയുള്ള ഒരു ഡോള്. യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരം പോലെ ഇരിക്കുന്ന ഒരു ഡോളാണ്, അതിൻ്റെ കുറച്ച് ഭാഗം മാത്രം. ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. നെറ്റിലൊക്കെ ഇത്തരം ഡോളുകളൊക്കെ വിദേശ രാജ്യത്ത് ഉപയോഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഓ ഉപ്പ അപ്പം മോഡേണായിട്ട് ചിന്തിച്ചു. പരാക്രമം ഇതിലാണ്, അല്ലാതെ മനുഷ്യരാരുമല്ല. ഞാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വാതിലടച്ചിട്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് ഒറ്റ ഓടി മാഡം. എൻ്റെ ഹൃദയം പടപട ഇടിക്കുകയായിരുന്നു. ആകെ കൂടി ഞാൻ ചമ്മിപ്പോയി. അദ്ദേഹം അതിനേക്കാൾ കൂടുതൽ ചമ്മിക്കാണും. കാരണം രണ്ടുപേരും എല്ലാം പരസ്പരം മനസ്സിലാക്കിയില്ലേ. ഞാൻ മുറിക്കകത്ത് വന്നിരുന്ന് കഥ കടച്ച് കുറ്റിട്ടിരുന്ന് ആലോചിച്ചു, ദൈവമേ ഈ പുള്ളിക്ക് ഇതെന്ത് പറ്റി. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നല്ലോ. രണ്ടുപേരും തമ്മിൽ എന്നും നൃത്താഭ്യാസം കാണും. ഇപ്പോൾ ഉമ്മ പോയി കഴിഞ്ഞപ്പോഴേക്കും ഒരു മുട്ടുശാന്തിക്കായി എന്തെങ്കിലും നോക്കിയതായിരിക്കാം. എന്നാലും ഇതൊക്കെ എവിടെ സൂക്ഷിച്ചു വെക്കും? എൻ്റെ ഉമ്മയ്ക്കും ഇതറിയാമല്ലോ, ഭർത്താവിന് ഇങ്ങനൊരു കാര്യമുണ്ട്, അങ്ങനെ ഒരു വസ്തു മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വാങ്ങിച്ച് വെക്കാറുണ്ടോ? അതൊക്കെ സ്ത്രീകൾക്ക് ഇഷ്ടപ്പെടുമോ? ഇപ്പം എൻ്റെ ഭർത്താവ് വാങ്ങിച്ച് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. എന്നേക്കാൾ പ്രാധാന്യം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് എനിക്ക് അസൂയല്ലേ വരികയുള്ളൂ, ദേഷ്യമല്ലേ വരികയുള്ളൂ. പക്ഷെ എങ്ങനെയാണ് ഉമ്മ ഇത് സഹിക്കുന്നത്? ഇനി ഉമ്മ അറിയാതെ വീട്ടിൽ വല്ലതും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഈ പുള്ളി കല്യാണം കഴിക്കാതിരിക്കില്ലായിരുന്നോ? അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ വലിയ ഉപാധികളും പുള്ളി ഉപയോഗിച്ചിരുന്നോ? അതോ പുതിയതായിട്ട് വരുത്തിയാണോ? ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം ഉപകരണങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് കിട്ടുന്നത്. എന്തായാലും വേറൊരു കാര്യത്തെ കുറ്റം പറയാൻ പറ്റില്ല. അവിഹിതബന്ധത്തിനൊന്നും പോയില്ലല്ലോ. ഉമ്മ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനൊരു കാര്യമല്ലേ, അതിൽ വലുതായിട്ട് ചമ്മേണ്ട കാര്യമില്ല, അതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ പലതും ന്യായീകരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉപ്പയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇനിയിപ്പോൾ ഉപ്പ എന്നെ കാണുമ്പോൾ എന്തായിരിക്കും വിചാരിക്കുക? വല്ലാത്തൊരു ഓക്വേർഡായിട്ടുള്ള സിറ്റുവേഷൻ ആയിപ്പോയല്ലോ, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ഓർത്ത് തലയിൽ ഞാൻ ഇങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാതിലൊരു മുട്ട് കേട്ടു. എനിക്കറിയാം ഇത് ഉപ്പ തന്നെയാണ്. ഞാൻ ചെന്ന് തുറന്നപ്പോൾ ഉപ്പയാണ്. ഉപ്പ പെട്ടെന്ന് ചമ്മി, മോളെ റിയലി സോറി, മോളിത് ആരോടും പറയരുത് കേട്ടോ, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന്. ഞാൻ പറഞ്ഞു അറിയാതെ പറ്റിയല്ല, അറിഞ്ഞുകൊണ്ടാണല്ലോ. എനിക്കറിയാം, എനിക്കാണ് അറിയാതെ പറ്റിയത്. ഞാൻ ശരിക്കില്ലേ ലാപ്ടോപ്പ് എടുക്കാൻ വന്നതാണ്. നിൻ്റെ ലാപ്ടോപ്പിന് എന്ത് പറ്റി? അത് കേടായിപ്പോയെന്ന് തോന്നുന്നു പറഞ്ഞു. സോറി മോളെ, കണ്ടത് മോള് മനസ്സിൽ നിന്ന് മായച്ച് കളഞ്ഞേര്, ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയില്ല, എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പുള്ളിയെ ഒഴിവാക്കി കഥ കടച്ചു. പുള്ളി എന്ത് മനസ്സ് വിചാരിച്ച് കാണും? എനിക്കാണെങ്കിൽ കറക്റ്റായിട്ട് അന്നേരമൊന്നും വാക്കുകളും കിട്ടിയില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒന്ന് കിടന്നു, ഒന്ന് മയങ്ങി. ആ സമയത്താണ് മുറിയിൽ പിന്നെയും മുട്ടുകെട്ടത്. ഞാൻ പോയി തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ബാപ്പയാണ്. വലിയൊരു കവർ കയ്യിലുണ്ട്. ഇന്നാ നിൻ്റെ ലാപ്ടോപ്പ് പോയെങ്കിൽ പുതിയ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ലാപ്ടോപ്പ് സമ്മാനിച്ചിട്ട് അങ്ങ് പോയി. ഞാൻ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേ മാഡം 1.5 ലക്ഷം രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പ്. സന്തോഷം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി. എന്നാലും പുള്ളിയുടെ രഹസ്യം കണ്ടതിലുള്ള ഒരു കൈക്കൂലിയല്ലേ ഇത്. എന്തെങ്കിലും ആകട്ടെ, അത് വലിയ കുറ്റമൊന്നുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പുള്ളിയോട് ഒന്നും ചോദിച്ചില്ല. ഇതിനിടയ്ക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ടില്ലേ മാഡം, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഉമ്മയോടെ ഉണ്ടല്ലോ, ഉമ്മയെ കാണാൻ വേണ്ടി പോവുകയാണ്. 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഞാൻ പുറകെ കയറി കഴിഞ്ഞപ്പോഴേക്കും ഉപ്പ പറഞ്ഞു നീ മുന്നേ കയറാൻ. അങ്ങനെ ഞാൻ കയറി മാഡം. ഞാനൊന്നും മിണ്ടിയില്ല, പുറത്തെ കാഴ്ചകളൊക്കെ നോക്കിയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അന്ന് നിനക്കത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വെറുപ്പ് തോന്നി ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, പക്ഷേ വെറുപ്പൊന്നും തോന്നിയില്ല. വേറെ ഏതെങ്കിലും സ്ത്രീയോ മറ്റോ ആയിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉപ്പയോട് ഭയങ്കര ദേഷ്യം തോന്നിയേനെ. ഇതിപ്പം ഒരു ഉപകരണം, ഒരു ഡോള് പോലല്ലേ ഉള്ളൂ, അത് എവിടെ നിന്നാണ് ഉപ്പ വാങ്ങിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു അതും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വിദേശത്തുനിന്ന് കൊണ്ടു തന്നാണ്. ഇത് ഉമ്മയ്ക്കറിയാമെന്ന് ചോദിച്ചു. അവൾക്കറിയാൻ, കണ്ടിട്ടുണ്ടോ, ഞാനത് ഉപയോഗിക്കുന്നൊന്നും അറിയില്ല, ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്നതാണ്,
അതിവിടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും, നിങ്ങൾ എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്, എടുത്ത് കളയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും, നീ ഇല്ലെങ്കിൽ എനിക്കൊരു അരക്കൈ വേണമല്ലോ എന്ന് പറയുമ്പോഴേക്കും എന്നെ നുള്ളുകയും പിച്ചുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി എങ്ങും പോകുന്നില്ല. ഇപ്പോഴാണ് അതിനൊരവസരം വന്നത്. പക്ഷേ ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമാകും. അതുകൊണ്ടാണ് ഞാൻ പറയില്ലെന്ന് പറഞ്ഞത്. അല്ലാതെ നിൻ്റെ ഉമ്മ അറിയാതെ അവിടെ വേറൊന്നുമില്ല, എനിക്കങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ഊഹിച്ചതാണ്. ആഹാ, നീ കാര്യങ്ങളൊക്കെ മനസ്സിലെങ്ങനെ ഊഹിച്ചത്? അല്ല, എൻ്റെ ഒരു ശീലമാണ്, ഞാൻ എല്ലാ കാര്യത്തിൻ്റെയും പല വശങ്ങളിങ്ങനെ മനസ്സിലിട്ട് ആലോചിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേ എനിക്ക് ഉപ്പയോട് വലിയ ദേഷ്യമൊന്നും തോന്നിയില്ല. അതൊക്കെ ഒരു സ്വാഭാവികമാണെന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു, ഇതാണ് നിന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം നിനക്ക് മറ്റുള്ള പെൺകുട്ടികളെക്കാളൊക്കെ കുറച്ചുകൂടി അറിവും വിവരമൊക്കെ ഉണ്ട്. അതാണ് നിന്നോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം. എല്ലാം നിനക്ക് പെട്ടെന്ന് മനസ്സിലാകും. അത് നിൻ്റെ ഉമ്മയും പറഞ്ഞു തന്നിട്ടുണ്ട്. നീ സിറ്റുവേഷൻസിനോട് പെട്ടെന്ന് അടുക്കുമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭയങ്കര കൂട്ടായി. നേരത്തെ ജസ്റ്റ് റിലേഷൻ മാത്രം, രണ്ടാനച്ഛന് മാത്രം. പക്ഷേ അങ്ങനെയല്ല മാഡം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെയാണ്. എന്ത് കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് പിന്നെ ആകെ മൊത്തം മാറിപ്പോയി. ഉമ്മ വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ദേ ഉമ്മയോട് ഇല്ലാത്തപ്പോൾ എനിക്ക് കൂട്ട് ഉപ്പയായിരുന്നു, അതുകൊണ്ട് ഉപ്പയുടെ അടുത്തു. ഇപ്പോഴല്ലേ ഉപ്പയുടെ വില എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു. ഉമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. മാഡം, ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ദിവസമില്ലേ, ഞാൻ അടുക്കള നിൽക്കുമ്പോഴേക്കും ഉമ്മ പറഞ്ഞു, എടി ഉപ്പയുടെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്. ഇപ്പോൾ എന്നോട് ഒരാളെ വിളിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ്, ബിസിനസ്സിൻ്റെ കാര്യമാണ് എന്നെ വിളിച്ചത്. ഉപ്പയെ വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ ദേ ഈ കറയൊന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കട്ടെ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അവരുടെ മുകളിലേക്ക് ഓടിയാണ്. അപ്പോഴുണ്ട് ഉപ്പ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയായിരുന്നു. ജീൻസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനങ്ങോട്ട് ചെന്നതും. പുള്ളിയാണെങ്കിൽ പെട്ടെന്ന് ഞെട്ടി, എടി നിനക്കൊരു മാനേഴ്സ് ഇല്ലേടി, നീ ഒന്ന് തട്ടുപോലും ചെയ്യാതെ നീ ചാടി വരികയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ മാനേഴ്സ്, ഞാനാണെങ്കിൽ മുഴുവൻ മാനേഴ്സ് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അത്രയും മാനേഴ്സ് എന്തായാലും ഇനി കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല. ദേ ഉമ്മ വിളിക്കുന്നതോ അത്യാവശ്യമാണ്, അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തുള്ളിച്ചടിങ്ങി പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, രണ്ടാനച്ഛനോട് സംസാരിക്കേണ്ട രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. ഒരു കൂട്ടുകാരനെ പോലെ സംസാരിച്ചത്. ഇത്രയും കടത്തി പറയണ്ടായിരുന്നല്ലോ എന്നോർത്തു. സാരമില്ല, എന്തായാലും പുള്ളിക്ക് എനിക്ക് കാര്യങ്ങൾ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാര്യമാക്കിയില്ല. പക്ഷേ ഈ തവണ എൻ്റെ മനസ്സ് മാറിപ്പോയി. ആദ്യം ഞാൻ സർവത്രമയം കണ്ടു. ആ സമയത്ത് എനിക്ക് വല്ലാത്ത ഞെട്ടലാണ് തോന്നിയത്. അപ്പോൾ അദ്ദേഹത്തെ അസസ് ചെയ്യാനൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞാനിപ്പോൾ അവിടെയും ഇവിടെയും മറഞ്ഞിരിക്കുന്ന പോലെയാണ് കണ്ടത്. അപ്പോൾ പുരുഷ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഹൃദയാഘാതമേൽപ്പിക്കുന്ന രംഗങ്ങളാണ് കണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോയി മാഡം. ഞാൻ ആകെ കൂടി പൂത്തുലയുകയും കണിക്കൊന്ന ആടി ഉലയുന്ന പോലൊരു ഫീലിങ്ങും അടിവേറ്റിന്ന് നുരയും പതയും നുരഞ്ഞു പോകുന്നത് പോലെയും ഒരു ഫീലിംഗ്. മാഡം സത്യം പറയാമല്ലോ, ചില സിനിമാ നടന്മാരെയും ചില ആരാധന പുരുഷന്മാരെയും ഓർത്ത് ഒരു വട്ടം കറക്കലൊക്കെ എനിക്കുള്ളതാണ്. അന്ന് പക്ഷേ എനിക്കറിയില്ല, എത്രക്ക് ഞാൻ കൺട്രോൾ ചെയ്തിട്ടും എൻ്റെ വട്ടം കറക്കൽ രണ്ടാനുപ്പായെക്കുറിച്ചായിപ്പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറ്റബോധമുണ്ടായിരുന്നു. പക്ഷേ തുടർച്ചയായ ദിവസങ്ങളിൽ ഞാൻ വട്ടം കറങ്ങി ഉപ്പ എന്ന മനുഷ്യനിലേക്ക് ഞാൻ വീണുപോയി. ഇത്രയും സ്വാതന്ത്ര്യമുണ്ടല്ലോ, എൻ്റെ സ്വപ്ന പുരുഷൻ അദ്ദേഹമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹത്തെ സ്വന്തമാക്കിയാൽ എന്താ കുഴപ്പമെന്നുള്ള ചോദ്യം എൻ്റെ മനസ്സിൽ മുഴങ്ങി. പക്ഷെ പുള്ളി നോർമലായിട്ടാണ് പെരുമാറിയത്. പക്ഷേ ഉമ്മ അറിയാതെ പലപ്പോഴും തൊട്ടുരുമി ഞാൻ എൻ്റെ സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഉപ്പ ഒരു ദിവസം പറഞ്ഞു, നീ അതിര് കടക്കുന്നു എന്ന്, നിനക്ക് എന്താ മാറ്റമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ന് ആദ്യം കണ്ടപ്പോൾ ചെറിയൊരു മാറ്റം, പിന്നീട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മൊത്തം മാറ്റമായെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, വേണ്ട, നീ കൺട്രോൾ ചെയ്യേ, ശരിയാകില്ല, നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ഇപ്പോൾ തന്നെ പലതും തോന്നുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അതിന് മറുപടിയും പറഞ്ഞില്ല, എന്നാൽ എന്നെ നിരുത്സാഹപ്പെടുത്തിയുമില്ല. പിന്നീട് ഉമ്മയില്ലാത്ത തക്കത്തിലെല്ലാം പുള്ളി വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോകും. ചിലപ്പോൾ അതിർത്തികൾ ഭേദിച്ച് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുന്ന പോലെ ഞാനൊരു കുത്തും കൊടുക്കും. പിന്നീട് ദിവസം എന്നോട് പറഞ്ഞു, റിസ്ക് നീ മനസ്സിലാക്കുകയാണെങ്കിൽ മാത്രം മതി നമ്മുടെ ബാക്കിയുള്ള കാര്യമെന്ന്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ഉപ്പ ഒന്നും പറയണ്ട, സേഫായുള്ള ദിവസങ്ങളിൽ വന്നേ പറ്റൂന്ന് ഞാൻ നിർബന്ധം പിടിച്ചു. കാരണം ഉപ്പയോടുള്ള സ്നേഹം കൊണ്ടും കണ്ട് കൊതി പൂണ്ട് എനിക്കും സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ നിർബന്ധിച്ചു. 5 വട്ടം നിർബന്ധിച്ച ശേഷമാണ് അങ്ങൊരു സിറ്റുവേഷൻ ഉണ്ടായത്. പക്ഷേ
വന്നപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അനുഭവത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു തുടക്കമായിരുന്നു മാഡം. എനിക്കിവിടെ വർണ്ണിക്കാൻ പറ്റില്ല. അദ്ദേഹം എനിക്ക് പകർന്നു നൽകിയ സ്നേഹത്തിൻ്റെ ആഴം, ആ ആഴത്തിൽ ഞാൻ അലിഞ്ഞു പോകുകയായിരുന്നു. പിന്നീട് പാതിരാത്രിയൊക്കെ ആകും ചിലപ്പോൾ ഉപ്പ വരുന്നത്. ആ സമയത്തേക്ക് ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കും. ഉമ്മ അറിയാതെ ഞങ്ങളെപ്പോഴും സ്നേഹം പങ്കിട്ടു. പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ ഉപ്പയോട് പറഞ്ഞു, എങ്ങനെ പോയാൽ ശരിയാകില്ല, ഉപ്പയും ഞാനും തമ്മിൽ സ്നേഹം കൂട്ടണം, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അത് ശരിയാകില്ല, നിനക്കിഷ്ടം തോന്നി. ആ സമയത്ത് എനിക്കും ഇഷ്ടം തോന്നി. അത് വളരെ രഹസ്യമായി തുടരാൻ ഞാൻ സമ്മതിച്ചു. പക്ഷേ നീ അതിന് വിരുദ്ധമായിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതിൽ പെരുമാറില്ലെന്ന് പറഞ്ഞ് എന്നോട് വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞു, നിനക്ക് ഞാനൊരു കല്യാണം ആലോചിക്കുകയാണ്, അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇനിയൊരു ബന്ധമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് താങ്ങാനായില്ല. അങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചത്. എൻ്റെ പഠിത്തം കഴിഞ്ഞ ശേഷം മാത്രമുള്ള കല്യാണം. എന്നാലും ചെക്കൻ വന്ന് കണ്ടു. കാണാൻ സുന്ദരനൊക്കെയാണ്. എന്നാലും എനിക്ക് അയാളുടെ വലിയ മമതയൊന്നുമില്ല. ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അതൊക്കെ സംസാരിക്കും. പുള്ളി ഒരു പാവമായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഉപ്പയെ എനിക്ക് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ തഴയാൻ മടിയാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാഡം മുന്നോട്ട് കൊണ്ടുപോവുക? എനിക്ക് വിവാഹം വേണമെന്നില്ല. എന്നും എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ നിന്നാൽ മതി. എങ്കിൽ മാത്രമേ ഉപ്പ എന്ന് കണി കാണാൻ കിട്ടുകയുള്ളൂ. എനിക്കിതൊക്കെ ഓർക്കുമ്പോൾ വട്ടുപിടിക്കുകയാണ്. ഞാൻ പഠനശേഷം വിവാഹിതയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഓർക്കുമ്പോഴേക്കും എൻ്റെ മനസ്സ് വിങ്ങുകയാണ്. ഇതിനെന്താണ് പരിഹാരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് പരിഹാരം ഞാൻ പറഞ്ഞു തരാം. നീ തന്നെ ചാട്ടവാറെടുത്ത് നിനക്ക് 5-6 അടി അങ്ങോട്ട് കൊടുക്കുക. നീ അല്ലേ കുട്ടി പറഞ്ഞ് നിനക്ക് ഭയങ്കര പക്വതയാണ്, ഭയങ്കര അറിവാണ്, കാര്യങ്ങൾ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പക്വതയോട് നീ ചിന്തിക്കൂ. ശരി, ഇങ്ങനൊരു സീൻ കണ്ടു, ഇഷ്ടം തോന്നി, ഓക്കെ, അതൊന്നും ശരിയല്ല എങ്കിൽ കൂടിയും നിന്റെ ആഗ്രഹങ്ങൾ ഏകദേശമൊക്കെ അങ്ങേര് കൂടെ നിന്ന് സാധിച്ചെടുത്തു. ഓർക്കുക, നിന്റെ ഉമ്മയെ വിവാദപരമായി പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരാളാണ് അയാൾ. ഇനി നീ പ്രേമിച്ച് ഉമ്മയെ കഷ്ടത്തിലാക്കിയിട്ട് അയാളുടെ കൂടെ എവിടെയെങ്കിലും പോയി ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്ത് തരം മാന്യതയാണുള്ളത്, അല്ലെങ്കിൽ എന്ത് തരം ബുദ്ധിയാണുള്ളത്? അതുകൊണ്ട് നീ ഒരിക്കലും ഒരു രീതിയിലും ന്യായീകരിക്കത്തക്ക ഒരു സ്വഭാവമുള്ളൊരു പെൺകുട്ടിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. നീ വളരെ മിടുക്കിയായി നിന്റെ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് സാധിച്ചെടുത്തു. ഓക്കെ, ഇഷ്ടമുള്ള ഒരാളെ നിനക്ക് ഓക്കെ ആയല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് നിലാവുണ്ടെന്ന് കരുതി വെളുക്കോളം കക്കണം എന്ന് വിചാരിക്കരുത്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. നമുക്ക് ആ ഒരു കാര്യം ഏകദേശം നമ്മുടെ ഇഷ്ടത്തിന് നടന്നല്ലോ, അത് നല്ല സമയത്ത് നിർത്തുക. സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക. ഉമ്മയെ ദ്രോഹിക്കാതിരിക്കുക, അങ്ങനെ ദ്രോഹിക്കാതിരിക്കുക. കിട്ടിയത് കിട്ടി, ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുക. അവിടെ പോയി അങ്ങയോട് വിശ്വസ്തമായിരിക്കുക, സ്നേഹിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിക്കാനുള്ള ഒത്തിരി ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം തരട്ടെ. അതിങ്ങനെ നീണ്ടു കിടക്കുകയല്ലേ. അതിനിടയ്ക്ക് അലുകുലത്തുകൾ മാത്രം ചിന്തിക്കാതെ മാറുക. സ്വയം മാറാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയി നല്ല കുടുംബജീവിതത്തെ പറ്റിയിട്ടും നല്ല രീതിയിൽ ജീവിക്കേണ്ടതിനെ പറ്റിയിട്ടും മാനസികമായ മൂല്യങ്ങളെ പറ്റിയും പഠിക്കുക. കാര്യം ഒരു നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് അതിനുള്ള പ്രായമേ ആയിട്ടുള്ളൂ. ഒത്തിരി പ്രായം കഴിഞ്ഞ് ഒത്തിരി അനുഭവങ്ങളൊക്കെ കഴിഞ്ഞതിലേക്ക് കിടത്തിയാടുകയാണെങ്കിൽ പലതും കണ്ട് പഠിച്ചിട്ടായിരിക്കാമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ പ്രായത്തിൽ അതിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം.